4 വർഷമായി ഞങ്ങൾ ഹൈദരാബാദിൽ വന്നെങ്കിലും ഇത്രയും നാളും ഞങ്ങളുടെ ആഗ്രഹമൊന്നും സാധിച്ചില്ല. ഇപ്പോഴിട്ടാ ഈ ഒരു സമയത്താണ് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തിരുപ്പതിയിൽ പോവാണ്. അപ്പോൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് തിരുപ്പതി നമ്മൾ പോകുന്ന അമ്പലം എവിടെയാണ് അവിടെയുള്ള ഭഗവാനും ഭഗവതിയും നമ്മളെ വിളിക്കണം എന്നുള്ളത്. അത് സത്യമാണ്, പറഞ്ഞത് സത്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ നാട്ടിൽ നിന്നൊക്കെ കേൾക്കുന്നതാണ് എവിടെ പോകുന്നു, തിരുപ്പതി പോകുന്നു. അപ്പോൾ ഇത്രയും അടുത്ത് വന്ന് തിരുപ്പതി പോയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് മനസ്സിനൊരു വല്ലാത്തൊരു എന്താ പറയുക ശാന്തി കിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ പോയത്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പിന്നെ അധികം ഞങ്ങൾ അന്വേഷിക്കാൻ നിന്നില്ല. പിന്നെ ഏകദേശം അന്വേഷിച്ചവരൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ കുഴപ്പമില്ല, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു നിങ്ങളൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന്. ആദ്യം തന്നെ പറയാം, ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത് ഫോൺ അലൗഡ് അല്ല. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ പോക്ക് വരവ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞങ്ങൾ അവിടെ എത്തി, വൈകുന്നേരം ഇവിടെ നിന്ന് വിട്ടു, പിറ്റേന്ന് രാവിലെ അവിടെ എത്തി, പിറ്റേന്ന് അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ കയറി. അപ്പോൾ റിസർവേഷനൊക്കെ ചെയ്തിട്ട് പോയതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എങ്കിലും കുറച്ച് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാരണം അവിടെ ഞങ്ങളെപ്പോലെ മലയാളികൾ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചോദിക്കുക എന്താ ഇത്ര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു നോൺ വെജ് ഒന്നും അവിടെ എവിടെയും കാണാൻ പറ്റില്ലേ. അപ്പോൾ അമ്പലത്തിൽ പോകുന്നവരും തിരിച്ചു വരുന്നവരൊന്നും നോൺ വെജ് കഴിക്കില്ല. അപ്പോൾ വെജ് ഒരു പ്യുവർ വെജാണ്. എല്ലായിടത്തും ഇഷ്ടം പോലെ ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, കൊള്ളായിരുന്നേ. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് നോൺ എ സി നോൺ എ സി ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ബസ്സിൽ അങ്ങ് കയറാം. ഒരു മണിക്കൂർ യാത്രയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുന്ന് നമ്മൾ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുപ്പതിയിലോട്ട് 1 മണിക്കൂർ യാത്രയില്ല. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ ആണെങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ ആണെങ്കിൽ 300 രൂപയുടെ ഒരു പാസ് ഉണ്ട് കേട്ടോ. നമുക്ക് 300 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ദർശനം നടത്താം. അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇന്നിപ്പോൾ പോയിട്ട് നമ്മൾ നാട്ടിലൊക്കെ പിള്ളേ അമ്പലത്തിൽ പോകുന്ന പോലെ പോയിട്ട് ദർശനം നടത്താമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞങ്ങളെ കൂടെ തന്നെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവർ എറണാകുളം കണ്ടുള്ളിയാണ്. അവർ പെട്ടുപോയി അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് വരേണ്ടതാണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ എല്ലാ അമ്പലങ്ങളിലും പോയി ക്യൂ നിന്ന് തൊഴുന്ന പോലെയാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ വന്നത്. പക്ഷെ അവർ പെട്ടുപോയി. അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതൊന്ന് ശ്രദ്ധിക്കുക. 3 മാസം മുമ്പേ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മാത്രമേ ഗവൺമെൻറ് എംപ്ലോയീസും സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസും പിന്നെ അമ്പല കമ്മിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ 300 രൂപയുടെ ടിക്കറ്റിൽ അങ്ങ് കയറാം. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ പോയാലും ഏത് സമയം പോയാലും നമ്മൾ ക്യൂ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ 3-4 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ കയറിയത്. അല്ലാതെ ഏതൊരാൾക്കും 1 മിനിറ്റിനുള്ളിലൊന്ന് പോയിട്ട് തൊഴുതിട്ട് ദർശനം നടത്താൻ പറ്റില്ല. പിന്നെയെന്ന് വെച്ചാൽ ഞങ്ങൾ ബസ്സിൽ കയറി പോകുന്ന 2 സ്ഥലത്തെത്തുമ്പോൾ ഒരു സ്ഥലം ടിക്കറ്റ് എടുക്കേണ്ടത്, ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പും പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ബാഗേജ്. അപ്പോൾ ഈ ഒരു ചെക്കപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം റോഡ് സൈഡിൽ നിന്നേ നമ്മുടെ ചെക്ക് ചെയ്തിട്ട് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മറ്റേ അമ്പല സൈഡിൽ നിന്നൊക്കെയാണ് സാധാരണ ചെക്ക് ചെയ്യാറ്. പക്ഷെ നല്ല കാര്യമല്ലേ, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകണ്ടല്ലോ. പിന്നെ ഞങ്ങൾ വേറെ തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി. അവിടുന്ന് ഇപ്പം ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ 2-3 ലോഡ്ജ് ഫെസിലിറ്റീസ് ഉണ്ട്. ഫ്രീയും ഉണ്ട്, അതുപോലെ പെയ്ഡും ഉണ്ട്. അപ്പോൾ ഞങ്ങളെന്ന് ചോദിച്ചാൽ ഫ്രീയിൽ കയറാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് ഒരു 2 മണിക്കൂർ ഒന്ന് എന്താ പറയുക ഫ്രഷ് ആവണം, ബാഗ് ഒന്ന് വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വേറൊരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ കൂടെ നിന്നുള്ള ഒരാൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളീനെ വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളത് യൂസ് ചെയ്താൽ മതി, അതായിരിക്കും കുറച്ചും കൂടി അടുത്തുള്ളതെന്ന്. അപ്പോൾ അത് എല്ലാം അടുത്തടുത്ത് തന്നെയാണ്, പക്ഷെ കുറച്ച് അപ്പുറപ്പുറമൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ മാധവം, ഇനിയിപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ടുള്ളത് മാധവമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ 2-3 ദിവസത്തേക്കൊക്കെ ആയിട്ട് തിരുപ്പതി ദർശനത്തിന് പോകുന്നവരാണെങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ള ഫ്രീ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ എവിടെ പോയാലും ഇതുപോലെ ലോഡ്ജൊക്കെ റൂമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ നിൽക്കാറ്. പക്ഷേ ഇവിടെ എന്തോ ഞങ്ങൾക്ക് സമയമില്ല. ഇന്ന് വൈകുന്നേരം തന്നെ റിസർവേഷൻ ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാം തിരക്കായിരുന്നു.
അതുകൊണ്ടാണ് ഞങ്ങളിത് ഈ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത്. പിന്നെ അവിടെ നിന്ന് എന്ന് വെച്ചാൽ ഒരു 50 രൂപയുടെ ഓട്ടേ ഉള്ളൂ നമ്മുടെ തിരുപ്പതി. അപ്പോൾ തിരുപ്പതി എന്ന് വെച്ചാൽ കുറേ എൻട്രി ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവിടെ വൈകുണ്ഠം എന്നാണ് കേട്ടോ പറയുന്നത്. ഈ വൈകുണ്ഠത്തിലാണ് 300 രൂപയുടെയൊക്കെ പാസ്സുള്ള ആൾക്കാർ പോകുന്നത്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾ 3.5 മണിക്കൂറോളം 4 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത്. വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലേ. പിന്നെയെന്ന് വെച്ചാൽ ലഡുവിനായിട്ട് ഞങ്ങൾ ക്യൂ നിന്നത് 1 മണിക്കൂറാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ കമൻറ്റ് ബോക്സിൽ പറയാം. കാരണം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തിരുപ്പതി ദർശനം കഴിഞ്ഞു ഞങ്ങളുടെ.